നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെയും ബന്ധം ശക്തമാക്കുവാൻ എന്ത് അഡ്വൈസാണ് യൂണിവേഴ്സിന് തരാനുള്ളത് എന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ എനർജിയാണ്. ദ ഫൂൾ എന്ന കാർഡാണ്. രണ്ടാമത്തത് നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജിയാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ എന്ന കാർഡും പേജ് ഓഫ് വാണ്ട് എന്ന കാർഡാണ് നിങ്ങളുടെ ബന്ധം ശക്തമാക്കുവാൻ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ്. ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ ദ ഫൂൾ എന്നത് നിഷ്കളങ്കമായ ഒരു വ്യക്തിയുടെ എനർജിയുമാണ് കാണുന്നത്. എന്ത് കാര്യത്തിനും ഒരു എടുത്തുചാട്ടം ഉള്ള വ്യക്തിയാണ് നിങ്ങൾ എന്ന് കാണുന്നു. നിങ്ങൾ സാഹസികമായ പല യാത്രകൾക്കും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. പുതിയ തുടക്കങ്ങളാണ് നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യം. നിങ്ങൾ ഒരു എടുത്തുചാട്ടത്തിൽ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളിലും പെട്ടുപോയിട്ടുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ എന്ന കാർഡാണ്. ഇത് യാഥാസ്ഥിക ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണെന്നും കഠിനാധ്വാനവും ഉൽപാദനക്ഷമതയും ആ വ്യക്തിക്ക് സ്വീകരിക്കുന്ന പാതയാണ് എന്നും കാണുന്നു. ഈ വ്യക്തി പതിവ് കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും തന്നെ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല. തൻ്റെ ചിന്തകളിൽ കൂടി മാത്രം പോകുവാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധം സുശക്തമാക്കുവാൻ പേജ് ഓഫ് വാണ്ട് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിൻ്റെ കുറവാണ് ഇവിടെ പ്രധാനമായി കാണുന്നത്. ഉയർന്ന ഊർജത്തോടു കൂടിയാണ് ഒരു വ്യക്തി പ്രവർത്തിക്കുന്നതെങ്കിൽ മറ്റേ വ്യക്തിക്ക് ആ തലത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നമായി കാണുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ ആശയവിനിമയത്തോടു കൂടി പോകുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം ശക്തമാക്കുവാൻ സാധിക്കും എന്നും പുതിയ പ്രൊജക്റ്റുകളോ മറ്റുള്ള കാര്യങ്ങളോ എപ്പോഴും ചർച്ചയോടുകൂടി ചെയ്യണം എന്നതുമാണ് യൂണിവേഴ്സിൻ്റെ ഉപദേശം. നിങ്ങൾക്കൊരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.